ഡിക്കായോ സൂനെ തേവു എന്ന് പറയുന്ന ദൈവിക നീതിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വേറൊരു നീതിയും കൂടെ എബ്രായർ വിശ്വസിച്ചിരുന്നു. അതിനെ സദാക്ക എന്ന് പറഞ്ഞ വാക്കുകൊണ്ടല്ല, മിഷ്പാത്ത് എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ് അവർ ഹീബ്രു ലാംഗ്വേജിൽ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ഈ മിഷ്പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി അവൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത ജോലിക്ക് അവന് അവൻ അർഹിക്കുന്ന ശമ്പളം കൊടുക്കുക, ആരെയും പീഡിപ്പിക്കാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക, മാത്രമല്ല പാപത്തിൽ വീണ് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരിച്ച് കൊണ്ടുവന്ന് റെസ്റ്റോർ ചെയ്യുക. റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യം ആമോസ് എഴുതിയ ലേഖനത്തിൽ, ആമോസിൻ്റെ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പാവപ്പെട്ടവരെ ധനികന്മാർ ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം അവർക്ക് നീതി ലഭിക്കണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി, ആ മിഷ്പാത്തിന് വേണ്ടി ദൈവം ആമോസിൽ കൂടെ സംസാരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പരസ്പരം അനീതി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ജനത്തിൻ്റെ നടുവിൽ യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകനും നീതി, മിഷ്പാത്ത് എന്നുള്ള അർത്ഥത്തിൽ, എന്ന് വെച്ചാൽ പരസ്പരമുള്ള ഡീലിങ്സിൽ നീതിയുള്ള ഡീലിങ്സ് ഉണ്ടാകണം, ആരും ആരെയും ചൂഷണം ചെയ്യരുത്, അങ്ങനെയുള്ള നീതിയെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി പഴയ നിയമത്തിലെ ചില പ്രവാചകന്മാർ ഈ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെയൊരു നീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന പലരുമുണ്ട്. പൗലോസ് ഇങ്ങനൊരു നീതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ, അതോ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ആ കൃപയും കരുണയും ദൈവത്തിൻ്റെ ആ രക്ഷാപ്രവർത്തനമൊക്കെ അടങ്ങുന്ന ആ നീതി ദാനമായി വിശ്വാസത്താൽ തരുന്ന ആ നീതിയെക്കുറിച്ച് മാത്രമാണോ പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ പലരും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യും. അതിൻ്റെ ഉത്തരം എന്താണ്? ഈ രണ്ട് തരം നീതിയും ആ ഡിക്കായോ സൂനെ എന്ന് പറയുന്ന വാക്കിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് തരുന്ന നീതിയുണ്ട്, മറുഭാഗത്ത് നമ്മൾ മറ്റുള്ളവരോട് ബന്ധത്തിൽ ചെയ്യേണ്ട നീതി പ്രവൃത്തികളുണ്ട്. അപ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത, ദൈവം നമുക്ക് ഇങ്ങോട്ട് കാണിക്കുന്ന വിശ്വസ്തത, ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മളോട് ഇങ്ങോട്ട് കാണിക്കുന്ന വിശ്വസ്തത, അതാണ് ഈ കവനൻറ്റിനകത്തുള്ള, ആ ഉടമ്പടിക്കകത്തുള്ള വിശ്വസ്തത, ഉടമ്പടിയോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത, കവനൻറ്റൽ ഫെയ്ത്ത്ഫുൾനെസ്. അതാണ് വാസ്തവത്തിൽ ഡിക്കായോ സൂനെ തേവു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ കവനൻറ്റൽ ജസ്റ്റിസ് എന്ന വാക്കാണ് എൻറ്റിയറായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന നീതിയാണത്. പക്ഷേ അതേ ദൈവം നമ്മളിലൂടെ ഒരു നീതി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന അതേ നീതി തന്നെ നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ അതിനൊരു മിഷ്പാത്ത് എന്ന് പറയുന്ന, എല്ലാവർക്കും നന്മ ചെയ്യുന്ന, എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരു റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൻ്റെ ഭാഗം കൂടെ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവവുമായി നല്ല ബന്ധത്തിലായിരുന്നു മാനവരാശിയും പ്രപഞ്ചവും ഉണ്ടായിരുന്നത്. അത് മനുഷ്യൻ പാപം ചെയ്ത ശേഷം ആ നല്ല ബന്ധം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ ഒന്നുകൂടെ പുനഃസ്ഥാപിക്കാൻ ദൈവം പല ഉടമ്പടികളും പല വ്യക്തികളോടും പല സമയങ്ങളിലും ചെയ്തു. അബ്രഹാമിനോട് ചെയ്തു, അബ്രഹാമിന് മുമ്പേ ആദമിനോട് ചെയ്തു, നോഹയോട് ചെയ്തു. ഈ ആദമിനോട് നോഹയോടൊക്കെ ചെയ്ത അതേ ഉടമ്പടി തന്നെയാണ് ദൈവം വീണ്ടും പുതുക്കുകയാണ് അബ്രഹാമിനോട്. പക്ഷെ അബ്രഹാമിനോടും പിന്നീട് ദാവീദിനോടും ചെയ്ത ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് പിന്നെ ലോകത്തിലെ എല്ലാ മനുഷ്യരെയല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാതിയെ മാത്രം കേന്ദ്രീകരിച്ച് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഇസ്രായേലിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ആ നീതി പിന്നീട് ഇസ്രായേലിൽ കൂടെ ഭൂമിയിലുള്ള എല്ലാവർക്കും
ദൈവം അബ്രഹാമിൻ്റെ മക്കളായ എല്ലാവർക്കും നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലിനെ അങ്ങനെ ലോകത്തിൻ്റെ വെളിച്ചമാക്കുകയാണ് ദൈവം. ദൈവം പറയുന്നുണ്ട്, ഇസ്രായേലിൽ കൂടെ ദൈവത്തിൻ്റെ നീതി, അബ്രഹാമിൻ്റെ മക്കളാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിൽ കൂടെ അബ്രഹാമിന് ദൈവം കൊടുത്തിരിക്കുന്ന ആ വാഗ്ദത്തം, അത് മുഖാന്തരം ലഭിക്കുന്ന ദൈവത്തിൻ്റെ നീതി എല്ലാവരിലേക്കും വെളിച്ചമായിട്ട് വ്യാപരിക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ മനുഷ്യൻ ആ ഉടമ്പടി ബന്ധം നശിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ശപിക്കപ്പെട്ടു, പ്രപഞ്ചം മുഴുവൻ ശപിക്കപ്പെട്ടു. അങ്ങനെ ശപിക്കപ്പെട്ട മനുഷ്യരുടെ ഇടയിലേക്കാണ് ദൈവം വീണ്ടും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയ ജാതിയാക്കാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആദ്യം ആദമിനെ, പിന്നെ നോഹയെ, പിന്നെ ഇബ്രാഹിമിനെ, അല്ലെ അബ്രഹാമിനെ, അത് കഴിഞ്ഞ് ദാവീദിനെ ഒക്കെ തേടി പോകുന്നത്. അപ്പോൾ ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആ അനീതി മുഖാന്തരമുണ്ടായ, ആ പാപം മുഖാന്തരമുണ്ടായ ശാപത്തെ തിരുത്തുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ശാപത്തിൻ്റെ റിസൾട്ട് എന്താണ്? പാപത്തിൻ്റെ ശമ്പളം മരണം. പാപം മൂലം ദൈവം ശപിച്ചു. ആ ശാപത്തിനകത്ത് എന്തുണ്ട്? മരണവും ദ്രവത്വവും ഉണ്ട്. അപ്പോൾ ഈ മരണത്തെയും ദ്രവത്വത്തെയും മാനവരാശിയിൽ നിന്ന് തന്നെ ദൈവം തുടച്ചു മാറ്റും എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ മരണത്തെയും ദ്രവത്വത്തെയും തുടച്ചു മാറ്റും എന്ന് മാത്രമല്ല, അങ്ങനെ തുടച്ചു മാറ്റിയ ശേഷം സദാകാലത്തേക്ക് ജീവിക്കുന്ന, ഒരിക്കലും മരിക്കാത്ത ഒരു മാനവരാശിയെ ദൈവം സൃഷ്ടിക്കുകയും ഒരു പുതിയ സൃഷ്ടിയെ ദൈവം ഉണ്ടാക്കുകയും ആ പുതിയ സൃഷ്ടിയിൽ പ്രപഞ്ചത്തെ മുഴുവനായിട്ടും ദൈവം വീണ്ടെടുക്കുകയും ചെയ്യും എന്നുകൂടെ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവനും റെസ്റ്റോർ ചെയ്യാനുള്ള ഒരു റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്, പ്രപഞ്ചത്തെ മുഴുവനും തിരിച്ച് ദൈവം ഏത് രീതിയിലാണോ അതിനെ ആദ്യമാക്കി വെച്ചിരുന്നത് അതിനേക്കാളും മനോഹരമായ രീതിയിൽ ആക്കിയെടുക്കാനുള്ള ഒരു മിഷ്പാത്ത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. അതാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കുന്ന മനുഷ്യരിൽ കൂടെ ദൈവം ആരംഭിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് കർത്താവ് യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം, കർത്താവ് മരണത്തെയും ദ്രവത്വത്തെയും കീഴടക്കിയ ശേഷം, സാത്താനെയും പാപത്തെയും ശാപത്തെയും കീഴടക്കിയ ശേഷം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം മുതൽ ആ ദൈവരാജ്യം ആരംഭിച്ചിരിക്കുകയാണ്. ആ അന്ത്യകാലം ആരംഭിച്ചിരിക്കുകയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളെ പുത്രന്മാർ പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും എന്ന് പറയുന്ന യോവേൽ പ്രവാചകൻ്റെ പ്രവചനമടക്കമുള്ള എല്ലാ കാര്യങ്ങളും, അന്ത്യകാലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കർത്താവിൽ ദൈവം ഒരു പുതിയ സൃഷ്ടിയെ എന്ത് ചെയ്തിരിക്കുന്നു? ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നു, ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ സൃഷ്ടിയെ ദൈവം ആരംഭിച്ച ശേഷം ആ പുതിയ സൃഷ്ടി ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആ പുതിയ സൃഷ്ടി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവന് ശിക്ഷാവിധിയില്ല, അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അങ്ങനെ പുതിയ സൃഷ്ടിയാകുന്ന ആ വ്യക്തിയുടെ പഴയ കാര്യങ്ങളൊക്കെ, ശാപവും പാപവും മരണവും ദ്രവത്വവും ഒക്കെ കഴിഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വ്യക്തി പിന്നെ എങ്ങനെയാണ് മരിക്കുന്നത്? മരിക്കാൻ പാടില്ലല്ലോ. പക്ഷേ അവിടെയാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ആരംഭിച്ചു കഴിഞ്ഞു. ആ അന്ത്യകാലത്തെ അല്ലെങ്കിൽ ആ അവസാനത്തെ പുതിയ സൃഷ്ടി എന്ന് പറയുന്ന അവസാനത്തെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിലൂടെ. പക്ഷേ ഇനി കർത്താവ് വീണ്ടും വരുന്ന സമയത്ത് ഇതിനെ ബാക്കിയുള്ള കർത്താവിലായിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഉയർപ്പിച്ചുകൊണ്ട് ഇതിനെ കംപ്ലീറ്റ് ആക്കും. അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി കർത്താവിൻ്റെ മടങ്ങി വരവിൽ ഇത് പൂർണ്ണമാകും. കർത്താവിനെ പോലെ ബാക്കിയുള്ളവരും കർത്താവിൻ്റെ അതേപോലെയുള്ള ശരീരവുമായിട്ട് ഉയർത്തെഴുന്നേക്കും. അതിനെയാണ് നമ്മൾ ഈ ഓൾറെഡി നോട്ട് യെറ്റ് കോൺസെപ്റ്റ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിൻ്റെ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, പക്ഷേ ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു, ഇതുവരെയും പൂർണ്ണമായിട്ടില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അത് ഇടേ ഊപ്പോ എന്ന് പറയുന്ന രണ്ട് വാക്കിൽ കൂടെ പൗലോസ് ഗ്രീക്കിൽ പലയിടത്തും തൻ്റെ ലെറ്റേഴ്സിൽ പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത് എന്താണ്? ഇടയെന്ന് പറഞ്ഞാൽ ഓൾറെഡി,
ഉപ്പോ എന്ന് പറഞ്ഞാൽ നോട്ട് യെറ്റ്, ഓൾറെഡി ദൈവം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ അത് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. അപ്പോൾ ആ പൂർണ്ണമായിട്ടും വരുന്നത് എപ്പോഴാണ്? കർത്താവ് മടങ്ങി വരുമ്പോഴാണ്. അപ്പോൾ ആ കർത്താവ് മടങ്ങി വരുന്നത് വരെയുള്ള ആ ഗ്യാപ്പിനകത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അത് ആ സമയത്തെയാണ് നമ്മൾ അന്ത്യകാലം എന്ന് പറയുന്നത്. ആ കാലത്തിൻ്റെ തികവ്, അവിടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ തികവ് എന്ന് പറയുന്ന സമയം വന്നു. ഫ്രം നൗ ഓൺവേർഡ്സ് എന്ന് കർത്താവ് പറയുന്നില്ല, ആ സമയം അവിടെ തുടങ്ങിക്കഴിഞ്ഞു, ആ സമയം അവിടെ ആയിക്കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു അത്. പക്ഷേ നമ്മളിപ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ റിസൾട്ട് മുഴുവനായും കംപ്ലീറ്റ് ആകത്തക്ക രീതിയിലുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോഴും കിടക്കണം. കർത്താവ് മടങ്ങി വരും. കർത്താവ് മടങ്ങി വരുന്ന സമയത്ത് മാത്രമേ ആ കർത്താവ് ചെയ്തതിൻ്റെ ആ പൂർണ്ണത നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ കർത്താവ് തന്നിരിക്കുന്ന എന്താണ്? പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ വെറും ഒരു അഡ്വാൻസ് മാത്രമാണ്, ഒരു അച്ചാരം മാത്രമാണ്. നമുക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ആ നിത്യജീവൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ്, ആ ടേസ്റ്റ് ഓഫ് ദ ഫുൾ ടേസ്റ്റ്. ആ ഫുള്ളായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് അവസാനം കിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു മുന്നേ ഉള്ള ഒരു ചെറിയൊരു രുചി ദൈവം നമുക്ക് തരികയാണ്. അത് ഇപ്പം നമുക്ക് തരുന്നത് എന്തിനാണ്? നമ്മൾ ആ രാജ്യത്തിന് വേണ്ടി, ആ രാജ്യം എന്നേക്കും നിലനിൽക്കുന്ന രാജ്യമായിരിക്കും, കർത്താവിടെ രാജാവായിരിക്കും, നമുക്കെല്ലാവർക്കും പുതിയ ശരീരങ്ങൾ ലഭിക്കും. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലായിരിക്കില്ല പ്രപഞ്ചം പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ടാവും. ആ രൂപാന്തരപ്പെട്ട പ്രപഞ്ചത്തിനകത്ത് ദ്രവത്വം ഉണ്ടാവില്ല, മരണം ഉണ്ടാവില്ല, നോൺ വെജിറ്റേറിയൻ ഫുഡും ഉണ്ടാവില്ല. കാരണം മരണം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചത്തുപോയ ഫിഷിനെയും മീനിനെയും പിന്നെ എന്താണ് കോഴിയൊന്നും കഴിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ ഈ ആനിമൽസൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ അതിൽ സിംഹം, കരടി അങ്ങനെയുള്ള ആനിമൽസ് പോലും മറ്റ് ആനിമൽസിനെ കഴിക്കില്ല. എന്ന് മാത്രമല്ല അവിടെ പൂർണ്ണമായിട്ടുള്ള അഹിംസയും സമാധാനവും ആയിരിക്കും. അവരൊക്കെ മാനിനെ പോലെ, പശുവിനെ പോലെ പുല്ല് തിന്നും എന്നാണ് പറയുന്നത്, ഈ സിംഹവും കരടിയൊക്കെ. അങ്ങനത്തെ ഒരു സമയം, ആ ഒരു സമയം കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്ന സമയത്താണ് ഉണ്ടാവുക. അന്ന് നമുക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവിനുണ്ടായിരുന്ന പോലത്തെ ശരീരങ്ങളുണ്ടാകും. ഇന്ന് നമുക്ക് ആ ശരീരങ്ങളില്ല. പക്ഷേ ആ ശരീരങ്ങളിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയ തുടക്കം, ഒരു ചെറിയ അനുഭൂതി നമുക്കിപ്പോൾ ഇവിടെ പ്രാപിക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മളിലേക്ക് അയക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ട, ശക്തീകരിക്കപ്പെട്ട നമ്മൾ, കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു, നമുക്ക് നിത്യജീവനുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് തന്നു കഴിഞ്ഞു. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കും, മറ്റുള്ളവരോട് ക്ഷമിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി കരുതും, മറ്റുള്ളവരെ സേവിക്കും, ശുശ്രൂഷിക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുക. നമ്മുടെ ശക്തി കൂട്ടുന്ന കാര്യങ്ങളല്ല, നമ്മളെ ശക്തി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നന്മയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ പ്രപഞ്ചത്തിൽ എന്തൊക്കെയാണോ ദൈവം ആഗ്രഹിക്കുന്നത് അത് പുനർനിർമ്മിക്കപ്പെട്ട ഒരു എന്താ പറയുന്നത്, റെസ്റ്റോർഡ് പ്രപഞ്ചമാണ്, ആ റെനോവേറ്റഡ് പ്രപഞ്ചമാണ്. ആ റെനോവേറ്റഡ് പ്രപഞ്ചം, ആ റെസ്റ്റോർഡ് പ്രപഞ്ചത്തിനകത്ത് എന്തൊക്കെയാണോ കർത്താവ് ആഗ്രഹിക്കുന്നത് ആ നല്ല കാര്യങ്ങളിലേക്ക്, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നന്മയും സമാധാനവും സ്നേഹവും വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ, അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സമയത്തും പ്രയത്നിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ എൻവയൺമെൻറ്റിനെ നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ ഭൂമിയെ നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നല്ല നല്ല താലന്തുകളെ നമ്മൾ വികസിപ്പിച്ചെടുക്കണം. നമ്മളത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാക്കി തീർക്കണം. എവിടെയെങ്കിലുമൊക്കെ ഒരു ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഒരു അനീതി നടക്കുന്നുണ്ടെങ്കിൽ ആ അനീതിക്കെതിരെ ഒരു ശബ്ദമായി പാവപ്പെട്ടവർക്ക് വേണ്ടിയും പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടിയും, എന്താ പറയുക, സൈഡ് ലൈൻ ചെയ്യപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും ഒരു ശബ്ദമായി നമ്മൾ നിൽക്കണം. അതാണ് ദൈവം ആ സമയം വരെയും നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്ന ഭാഗമാണത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് അങ്ങനെ ഈ ദൈവം നമ്മളോട് കാണിക്കുന്ന വിശ്വസ്തയും നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തയും, ഈ രണ്ട് കാര്യങ്ങളും ഒത്തുവരുമ്പോഴാണ് ആ ഉടമ്പടി ബന്ധം ഒരു നല്ല ബന്ധമായി തീരുക. അവിടെയാണ് കവനൻ്റൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഉടമ്പടിയിലുള്ള ദൈവിക നീതി
അതാണ് ഡിക്കൈയോസൂനെ, അത് വ്യാപരിക്കുക. അപ്പോൾ ഡിക്കൈയോസൂനയുടെ ശരിയായ അർത്ഥം ഇതാണ്: ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്ന നീതി, നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന നീതി, ഇത് രണ്ടും അതിൻ്റെ ഭാഗമാണ്. ഒരേ കോയിനിൻ്റെ രണ്ട് സൈഡാണ്. ദൈവം നമ്മളോട് കാണിക്കുന്ന വിശ്വസ്തത, അവൻ്റെ സ്നേഹവും അവൻ്റെ ആർദ്രതയും അവൻ്റെ കരുണയും അവൻ്റെ കൃപയും അവൻ സ്നേഹിക്കുന്നവരെ രക്ഷിക്കപ്പെടുത്താനും രക്ഷപ്പെടുത്താനും വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അടങ്ങുന്ന ആ ഒരു നീതിയും, നമ്മൾ അവനോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത കാണിക്കുന്നതിലൂടെ പ്രവർത്തിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരുടെ കഷ്ടപ്പാടിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന, അവർക്കൊരു രക്ഷകരായി തീരുന്ന ആ നീതിയും ആ വിശ്വസ്തതയും അതിൻ്റെ ഭാഗമാണ്. ഇത് രണ്ടും ആ ദൈവനീതിയിൽ അടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ മിഷ്പാത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കുക.